ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം വാങ്ങി 5-6 വർഷങ്ങൾക്ക് ശേഷം അവിടെ വീട് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണുക. സ്ഥലം വാങ്ങിയതിനു ശേഷം ആ സ്ഥലത്ത് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് സർവ്വസാധാരണമാണ്. ഒരു പ്ലോട്ടിൽ വീടോ അനുബന്ധ നിർമ്മിതികളോ, കിണർ, വാട്ടർ ടാങ്ക്, സെപ്റ്റിക് ടാങ്ക്, ഗേറ്റ് മുതലായവയോ ഭാവിയിൽ നിർമ്മിക്കേണ്ടതായി വന്നേക്കാം. അങ്ങനെ നിർമ്മിക്കേണ്ട സാഹചര്യത്തിൽ അവിടെ കായ്ഫലമുള്ള മരങ്ങൾ ഉണ്ടെങ്കിൽ അവ ഒന്നുകിൽ വേരോടെ മാറ്റി സ്ഥാപിക്കേണ്ടതായോ പൂർണ്ണമായും വെട്ടിക്കളയുകയോ ചെയ്യേണ്ടതായി വരാം. ഇത്തരം പാഴ്ചിലവുകൾ ഒഴിവാക്കുക. മരങ്ങൾ വച്ച് പിടിപ്പിക്കാനുള്ള പ്ലാൻ ഒരു ബിൽഡിംഗ് ഡിസൈനറെ കൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്രകാരം തയ്യാറാക്കുന്ന പ്ലോട്ട് പ്ലാനിൽ വൃക്ഷങ്ങൾ ശരിയായ സ്ഥാനത്ത് തന്നെയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെന്ന് ഉറപ്പാക്കുക. വീടോ അനുബന്ധ നിർമ്മിതികളോ വരുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും വൃക്ഷങ്ങൾ ഉണ്ടായിരിക്കില്ല. വീട് വയ്ക്കുവാൻ വേണ്ടി മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും അങ്ങനെ മുറിച്ചു മാറ്റിയ മരങ്ങൾ, ചില്ലകൾ എന്നിവ നീക്കം ചെയ്യുവാനും വരുന്ന പാഴ്ചിലവുകൾ ഇതുവഴി ഇല്ലാതാക്കാം. അവരവരുടെ സ്ഥലത്തു തന്നെ അത് കത്തിച്ചു കളയുമ്പോൾ ഉണ്ടായേക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും അയൽവാസികളുടെ പരാതികളും മറ്റും ഒഴിവാക്കാവുന്നതുമാണ്. വീട് പണി പൂർത്തിയായി കഴിഞ്ഞാൽ ചുറ്റുമുള്ള വൃക്ഷങ്ങൾ ചൂട് കുറയ്ക്കാൻ സഹായിക്കും എന്നതും വളരെയേറെ ഉപകാരപ്രദമാണ്. വൃക്ഷങ്ങൾ എത്ര ഉയരം വരെ എത്തും എന്നും എത്ര പരപ്പ് ഉണ്ടാവും എന്നതും മുൻകൂട്ടി അറിഞ്ഞ് അതിനനുസരിച്ച് തൈകൾ നടുക. ഉയരം കുറഞ്ഞവ വീടിനോട് ചേർന്നും ഉയരം കൂടിയവ അകലത്തിലും നടുക വഴി ചില്ലകൾ വീണാൽ വീടിന് സംഭവിക്കാൻ സാധ്യത ഉള്ള അപകടം ഒഴിവാക്കാം. ഉയരം കുറഞ്ഞ മരങ്ങൾ ആയതിനാൽ വീടിന് മറവ് വരാതെ ഭംഗിയായി നിലനിർത്താനും ഈ രീതി സഹായിക്കുന്നു. ഓർക്കുക, ഒരു ബിൽഡിംഗ് ഡിസൈനറെ കൊണ്ട് പ്ലോട്ട് പ്ലാൻ തയ്യാറാക്കിക്കുക. അനാവശ്യ നഷ്ടം ഒഴിവാക്കുക. സ്ഥലം വാങ്ങി ഉടനെ തന്നെയാണ് വീട് വയ്ക്കുന്നതെങ്കിൽ ഇത് പരിഗണിക്കേണ്ടതില്ല.